ബ്രഹ്മപുത്രയിലേക്ക് ഒഴുകിച്ചേരാൻ കാത്തിരിക്കുന്ന നദിയാണ് ഈ നദി. ആ നദിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. ഈ പാതയോരത്തിലൂടെ നമുക്ക് ആ നദിയുടെ കാഴ്ചകളിലേക്കും കടക്കാം. അതിൻ്റെ തീരത്ത് വസിക്കുന്ന നാട്ടുകാരെ കാണാം. ഗായ്സ്, നമ്മളെ ചെമ്മീൻ കിട്ടുന്നെല്ലാം പറഞ്ഞ പോലെ ഇവിടെ കണ്ട ഇവിടെ ആസാമിൽ ഇങ്ങനെയാണ് മീൻ പിടിക്കുക. ഇവർ ഈ വലേൻ്റെ അകത്തൊന്നും ഇടൂല പോലും, ജസ്റ്റ് ഇങ്ങനെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ആദ്യം കണ്ട അവർ കുറച്ച് കിട്ടിയെന്ന് തോന്നുന്നു. ഈ സൈഡിൽ കുറച്ച് മീൻ കുറവാണോ എന്താണെന്നറിയില്ല. നല്ല വെയിലായിട്ടുണ്ട്. രാവിലെ വന്നതിനും കുറച്ചും കൂടെ കാണാമായിരുന്നു. പാമ്പാ? ചവിട്ടാണ്ട് നോക്കണേ നെറ്റില്. നമ്മള് വന്നതിന്റെ ഐശ്വര്യാന്ന് പറഞ്ഞത് എങ്ങനെയാണ് കാണിക്കുവാന്ന് നിൽക്കട്ടെ എങ്ങനെയോട്. भैया को देखने के लिए प्यारिया। हाँ बे बे ഒടുക്കത്തെ വെയിലാണ്. ആൾക്കാരെങ്ങനെയാ കഷ്ടപ്പെടുന്നല്ലേ. കുറച്ച് സമയം നിൽക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ട്രിപ്പിനിടയിൽ വെയിൽ കൊള്ളുന്നുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂസ് ഒരു സ്ഥലത്ത് തന്നെ കുറേ ടൈം 2-3 മണിക്കൂർ അതേപോലെ തന്നെ ഒന്ന് വെയിൽ കൊള്ളണമെന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു അവസ്ഥയില്ലേ, അത് ഭയങ്കര അവസ്ഥ. അവരതിൻ്റെ അകത്ത് എന്തോ ചപ്പിട്ടിട്ടുണ്ടല്ലേ? ഓ, അത് താനേ കുടുങ്ങിയ ചപ്പ. ഞാൻ ചോദിച്ചു ഇവരെന്തോ. ആ, അതിൻ്റെ അകത്തൊരു ഇല കണ്ട്. ഞാൻ വിചാരിച്ചു നമ്മളെന്തോ മീനെ മയക്കാൻ വേണ്ടിയിട്ട് ഇടൂലേ, അതേപോലെ എന്തോ. കുറച്ച് സമയം നോക്കുന്നേ, ഇതൊന്നും കിട്ടുന്നില്ലല്ലോ. ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുന്നു. അപ്പം അവിടെ സാധനം കിട്ടി. देखने के लिए देख सकता हूँ। देख सकता हूँ। ഇത് താന്നു പോവുക. पानी आएगा ना तो मिलेगा पानी बुला आएगा एक मिलेगा। अभी नहीं। पानी केरला तमिलनाडु हमारा तो गया है केरला। हाँ वहाँ जान लेंगे तो हम कुछ डालता है ऐसा नदी में। यहाँ बिना वो नदी में तो बोरका मासा ഷോപ്പിൽ കൊടുക്കുന്നില്ലേ? आप दुकान में नहीं, वो काटे मारने का बड़ा मिले तो बाहर देते हैं। हाँ, बाजार में देते हैं। हाँ, आपको मिल गया। हाँ, केरला में इस तरह नहीं है। എത്ര രൂപ എല്ലാം കിട്ടുന്നു അല്ലേ? അങ്ങനെ മിൽഗയാ? ആ, ഇപ്പൊ കിട്ടി. നമ്മളെ ഇറങ്ങാൻ നേരത്തൊന്ന് കിട്ടി. എൻ്റെ അമ്മ, भैया देखने के लिए।
ആ ഓക്കെ താങ്ക് യു. എന്താ ഇതാണ് ഐശ്വര്യം എന്നെല്ലാം പറയുന്നത്. പോകുമ്പം തന്നെ നമ്മളെ വിഷമിപ്പിക്കാണ്ട് 2-3 മീൻ. ഓക്കെ ബൈ. അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ ഗാഡി മൊത്തം പൊടി പിടിച്ചു. ഇത് സർവീസ് ചെയ്യേണ്ട സമയം. പിന്നെ ഇവിടെ ഭയങ്കര പൊടിയാണ്. 2 ദിവസം വേണ്ട, 1 ദിവസം കൊണ്ട് തന്നെ സംഭവത്തിന്റെ കാര്യത്തിൽ തീരുമാനം. അതുകൊണ്ട് ഞാൻ സർവീസും ചെയ്തില്ല. ഇപ്പോഴത്തെ അനുഭവം മനസ്സിൽ കൂട്ടി ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു.